എന്താ അർജന്റായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞേ? പിന്നെ ഞങ്ങൾക്ക് കുറച്ച് കുടുംബകാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ചേട്ടൻ വായോ, വില്ലി പറയും. എന്താ അർജന്റായിട്ട് കുറച്ച് സംസാരിക്കാണ്ടെന്ന് പറഞ്ഞേ? പിന്നെ ഒരു കാര്യം പറയാം, നിങ്ങൾ ജ്യേഷ്ഠനും അനുജനൊക്കെ ആയിരിക്കാം, പക്ഷേ ഇവളുടെ അച്ഛൻ എന്നുള്ള രീതിയിൽ ചില നാട്ടു നടപ്പ് എനിക്ക് പറയാനുണ്ട്. ഒന്നുമില്ല ചേട്ടാ, നാട്ടിലെ കുടുംബസ്വത്തിനെ കുറിച്ചുള്ള സംസാരം. ചേട്ടായിരിക്ക് ചായ പിടിക്കുക. ഒന്നുമില്ലെന്നേ, നാട്ടു നടപ്പനുസരിച്ച് തറവാടും പറമ്പും ഭാഗം വയ്ക്കണ്ടേ? അല്ല, എന്തപ്പോ ഇങ്ങനെ എടുത്തു പിടിച്ചെന്നൊരു തീരുമാനം? അല്ല, നാട്ടു നടപ്പനുസരിച്ച് ഈ നമ്മൾ ഭാഗം വെപ്പൊക്കെ ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യേണ്ടതാണ് അതിൻ്റെ ശരിയായ രീതി എന്ന് പറയുന്നത്. എൻ്റെ അച്ഛൻ പറഞ്ഞതിലും കാര്യമുണ്ട്. എന്തിനാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നീട്ടിക്കൊണ്ട് പോകുന്നത്? തറവാടും പറമ്പും ഭാഗം വയ്ക്കുന്ന കാര്യം പെട്ടെന്ന് വേണം ചേട്ടാ. അല്ലടാ, നിനക്ക് എല്ലാം അറിയാലോ. അപ്പൊ അമ്മയും ചേട്ടത്തിയും മക്കളും ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല ഇപ്പൊ എങ്ങടെ പോവപ്പോ അവര്? വില്ലി, കൊച്ചിയിലെ പുതിയ ഫ്ലാറ്റിന്റെ അഗ്രിമെന്റ് 2 മാസം കഴിഞ്ഞിട്ടാണ് കേട്ടോ. ക്യാഷ് കുറച്ച് വേണ്ടി വരും. അല്ല, പറമ്പിൻ്റെ ആദായം ഒരാൾ മാത്രം എടുക്കുന്നത് ശരിയല്ല. ചേട്ടാ, ഇത്രയും കാലം ഞാൻ ഇതൊന്നും പറഞ്ഞില്ലല്ലോ. അത് തന്നെ വലിയ കാര്യം. എന്ത് വലിയ കാര്യം? ഇതാണോ വലിയ കാര്യം? ഇതായിരുന്നു നിന്റെ മനസ്സിലെങ്കിലേ നിനക്കത് നേരത്തെ പറയായിരുന്നു കേട്ടാ. ശരിക്കും പറഞ്ഞ ചേട്ടനും കുടുംബവും താമസിക്കുന്ന തറവാട് എനിക്കുള്ളതല്ലേ? അതെനിക്ക് വേണം. അതേ ഞാൻ പറയുന്നുള്ളൂ. എടുത്തോ, നിനക്കുള്ളതാണെങ്കിൽ നീ എടുത്തോ. അതെ, പെങ്ങന്മാരൊക്കെ കല്യാണം എങ്ങനെ നടന്നതെന്നൊക്കെ ആലോചിക്കണം. ആരും നടത്തിയതെന്നും കൂടി ആലോചിക്കണം കേട്ടാ മോനെ. അതൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് ആലോചിക്കുന്നത് നല്ലതാ. അതെല്ലാം മൂത്തയാളുടെ കടമകളാണ്. അതെത്ര പറയാൻ എന്തിരിക്കുന്നു? ഇത്ര സ്ഥിരം ഡയലോഗൊന്നും എനിക്ക് കേൾക്കണ്ട. കൂടി വന്നാൽ 3 മാസം, അതിനുള്ള എനിക്ക് തറവാട് വേണം. അതെ, 3 മാസാക്കണ്ടാ. 3 ആഴ്ചക്കുള്ളിൽ ഞങ്ങൾ മാറിത്തരാം. നിന്റെ അമ്മയുടെയും ചേട്ടത്തിയമ്മയുടെയും മക്കളുടെയും കാര്യമല്ലേ, അവരെ ഞാൻ എവിടെയാ താമസിപ്പിക്കേണ്ടതെന്ന് ഞാൻ താമസിച്ചോളാം. പിന്നെ നിന്റെ പ്ലാനുകളാണ് നടക്കട്ടെ, അതിന് ഞാനായിട്ടൊരു തടസ്സം നിൽക്കണില്ല കേട്ടാ. മോനൊരു കാര്യം ചെയ്യോ, പേപ്പറുകളൊക്കെ റെഡി ആയിക്കോ. എവിടെ ഒപ്പിടണ്ടെന്ന് വെച്ചാൽ ഈ ചേട്ടൻ ഒപ്പിട്ട് തരാം കേട്ടാ. ശരി എന്നാ. എന്താ അർജന്റായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞേ? ചേട്ടാ, ഇന്നലെ രാത്രി മുതല് വില്ലി ഫോൺ എടുക്കുന്നില്ല. പോയൊന്ന് അന്വേഷിക്കണം ചേട്ടൻ. എന്നാൽ വാ, നമുക്ക് വേഗം പോവാം. എവിടെ പോയി അന്വേഷിക്കാം ഗോപേട്ടാ? നോക്കാം. ഗോപേട്ടാ, ആ കിടക്കുന്ന വണ്ടി ബില്ലിയുടെ വണ്ടിയാണ് തോന്നുന്നല്ലോ. ആ രാജേഷ്, അത് വലിയ വണ്ടി തന്നെയാ. വണ്ടി നിർത്തിയോ? രാജേഷേ, വലിയ രാജേഷ, വണ്ടി എടുക്കറ രാജേഷ.